ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, യോശുവയുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം നമുക്കൊന്ന് ധ്യാനിക്കാം. ഹായ് പട്ടണക്കാരെ മുഴുവൻ നിർമൂലമാക്കും വരെ കുന്തമുയർത്തിയ കൈ യോശുവ പിൻവലിച്ചില്ല. ഹായ് എന്ന കൊച്ചു പട്ടണത്തോട് ഇസ്രായേൽ യുദ്ധത്തിന് പോകുമ്പോൾ യോശുവ എന്ന നേതാവ് അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൻ്റെ കൈ ഉയർത്തി ദൈവസന്നിധിയിൽ ആ ജനത്തിന് വേണ്ടി നിലകൊണ്ടു. ആ ഇസ്രായേൽ ജനം ഹായി പട്ടണത്തെ ഉന്മൂലമാക്കി ആ യുദ്ധത്തിൽ ജയിക്കുന്നതായിട്ട് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയുടെ വലിയ ശക്തിയാണ് പ്രിയപ്പെട്ടവരെ ഈ വേദഭാഗം വരച്ചു കാണിക്കുന്നത്. ഇസ്രായേൽ ജനം യുദ്ധത്തിനിറങ്ങിയപ്പോൾ അവർക്ക് വേണ്ടി കുന്തമുയർത്തിയ കൈകളുമായിട്ട് ദൈവസന്നിധിയിൽ യുദ്ധം തീരുവോളം കൈകൾ ഉയർത്തി നിന്നതായ യോശുവയെ കാണുകയാണ്. ഞാനും നിങ്ങളും ഈ ലോകത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ പിശാചിൻ്റെ പല തന്ത്രങ്ങളുമായിട്ട് നമ്മൾ പോരാട്ടം നടത്തുമ്പോൾ, എഫേസ്യ ലേഖനത്തിൽ പൗലോസ് ലേഖയൊക്കെ പറയുന്നുണ്ടല്ലോ, ക്രൈസ്തവ ജീവിതത്തെ ഒരു പോരാട്ടം എന്നൊക്കെയാണ് ആണല്ലോ പറയുന്നത്. അങ്ങനെ അന്ധകാര ശക്തികൾക്ക് അല്ലെങ്കിൽ പിശാചിനെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ട് നമ്മൾ നീങ്ങുമ്പോൾ, നമ്മുടെ യുവതലമുറ ഒക്കെ നീങ്ങുമ്പോൾ, അപ്പൻ എന്ന രീതിയിൽ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്നവരുണ്ട്, അമ്മ എന്ന രീതിയിൽ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്നവരുണ്ട്, ചേട്ടൻ എന്ന രീതിയിൽ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നവരുണ്ട്. അങ്ങനെ നാം ആയിരിക്കുന്ന ഇടത്തിൽ നമ്മുടെ കൂടെയുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി യോശുവ ഉയർത്തിപ്പിടിച്ച കുന്തം പോലെ ഉയർന്നു നിൽക്കേണ്ട ഒന്നാണ് എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി ദൈവ തിരുസന്നിധിയിൽ കൈകൾ ഉയർത്തി നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കാര്യങ്ങളെ ഓർത്ത് അതിനുവേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരായിട്ടല്ല, മറ്റുള്ളവർക്ക് വേണ്ടി, ഈ ലോകത്തിനു വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി ഒക്കെ ഉയർത്തിയ കരങ്ങളിൽ കുന്തമുയർത്തി നിന്ന് യുദ്ധത്തിൽ ഇസ്രായേൽ ജയിച്ചതുപോലെ യോശുവയെ കണക്കിന് നമ്മുടെ പ്രാർത്ഥന ഉയർന്നു നിൽക്കട്ടെ. സമൂഹത്തിനും മറ്റുള്ളവർക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. കുറവുകളെ ചൂണ്ടിക്കാട്ടി കുറ്റപ്പെടുത്തുവാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. കുറവുകളുള്ളവർക്ക് വേണ്ടി ആ കുറവുകൾ അവരോട് പറഞ്ഞു മനസ്സിലാക്കി ആ കുറവുകളിൽ അവരെ ചേർത്ത് പിടിക്കുവാനായിട്ട്, ആ കുറവിനെ നിറവാക്കി മാറ്റുവാനായിട്ട് ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തി മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പനും അമ്മയും ഉണ്ടാകട്ടെ, അപ്പനും അമ്മമാരും ഉണ്ടായിരിക്കട്ടെ. ഈ തിരക്കുള്ള ലോകത്തിൽ ജീവിത പങ്കാളികൾ പരസ്പരം ഉയർത്തിയ കരങ്ങളോടുകൂടി മുട്ടുമടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായി മാറട്ടെ. സാക്ഷ്യമുള്ള ഒരു സമൂഹമായിട്ട് സമൂഹമധ്യേ ഉയർത്തിപ്പിടിച്ച യോശുവയുടെ കുന്തമുള്ള കരങ്ങൾ പോലെ നമ്മുടെ പ്രാർത്ഥന ഉയർത്തിപ്പിടിച്ച കരമായിട്ട് നിൽക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.